വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള മോരുകറിയാണ്. മോരുകറി എന്ന് പറയാൻ പറ്റില്ല, മോര് കാച്ചിയത്. ഇതിനു മുൻപ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മോര് കാച്ചിയതിൻ്റെ, അതായത് വെജിറ്റബിൾസും അതുപോലെ തന്നെ തേങ്ങയൊന്നും അരയ്ക്കാത്ത മോര് കാച്ചിയത് അല്ലേ. പക്ഷെ ഇന്ന് തേങ്ങയില്ല, പക്ഷെ അതിന് പകരമായിട്ട് എന്താണുള്ളത്? തക്കാളി. അപ്പോൾ തക്കാളി വെച്ചിട്ടുണ്ടാക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ്, തേങ്ങ വെച്ച് ഉണ്ടാക്കുന്നതിന് വേറെ ടേസ്റ്റ്. അങ്ങനെ എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള മോരുകറിയുടെ ടേസ്റ്റാണ് വരുന്നത്. അപ്പോൾ ഈ മോരുകറി എൻ്റെ വീട്ടിൽ സാധാരണ ഉണ്ടാക്കാറേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് ഒരു ദിവസം എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അതായത് ധന്യ സിനുനാഥ്, അവളാണ് എനിക്ക് പറഞ്ഞു തന്നത് ഇതുപോലെ ഒരു തക്കാളി വെച്ചിട്ട് മോരുകറി ഉണ്ട്, നന്നായിട്ടുണ്ട് വീണ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ. അങ്ങനെ ഞാൻ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യാനും. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പലരും ചെയ്യുന്നുണ്ടാവുമെന്ന് എനിക്കറിയാം, പക്ഷെ എന്നെ പോലെ അറിയാത്ത കുറച്ച് പേരെങ്കിലും ഉണ്ടാവും അല്ലേ. അപ്പോൾ താങ്ക് യു ധന്യ, ഈ ഐഡിയ പറഞ്ഞു തന്നതിന്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് തക്കാളി വെച്ചിട്ടുള്ള മോര് കാച്ചി തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് തക്കാളി വെച്ചിട്ട് മോര് കാച്ചിയത് ഉണ്ടാക്കാൻ തുടങ്ങാം. തക്കാളി ഇപ്പോൾ മിക്കവരുടെ വീട്ടിലുണ്ടാവില്ലേ, അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റിയാണ്, ഒരു ഇടയ്ക്കൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് ഇപ്പോൾ കാണുന്നവരിൽ കുറേ പേര് നിങ്ങൾ ഓൾറെഡി ചെയ്യുന്നതായിരിക്കാം, പക്ഷേ ചെയ്യാത്ത കുറച്ചെങ്കിലും പേരുണ്ടാവും അല്ലേ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് മോരാണ്. ഞാനിപ്പോൾ ഇവിടെ 1.5 ഗ്ലാസ് മോരെടുത്തിട്ടുണ്ട്, അതായത് തൈര് അടിച്ചിട്ട് മോരാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതിപ്പോൾ അളന്ന് നോക്കിയപ്പോൾ 1.5 കപ്പ് ഉണ്ട്. ഞാൻ എടുക്കുന്ന 240 ml ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലോട്ട് 1 ഗ്ലാസും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നാട്ടിൽ കിട്ടുന്ന മോരാണെങ്കിൽ എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള നല്ല ലൂസായിട്ടുള്ള മോരായിരിക്കും അല്ലേ. അപ്പോൾ പുളി അനുസരിച്ച് വേണം നിങ്ങൾ മോരിൽ വെള്ളത്തിൻ്റെ അളവ് കൂട്ടണോ കുറയ്ക്കണോ എന്ന് തീരുമാനിക്കാൻ. അപ്പോൾ ഏകദേശം ഒരു 2.5 ഗ്ലാസോളം മോരും വെള്ളവും കൂടി കലർന്ന മിശ്രിതം വേണം. ഓക്കെ, ഇപ്പോൾ 2.5 ഗ്ലാസ് മോരും വെള്ളത്തിൻ്റെ അളവിലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തൈര് അടിക്കുമ്പോൾ എല്ലാ കട്ടകളും ഉടഞ്ഞു എന്ന് ഉറപ്പ് വരുത്തുക. അല്ലെങ്കിൽ കറി ഉണ്ടാക്കുമ്പോൾ തൈര് മോളിന് പിരിഞ്ഞ് കിടക്കുന്ന പോലെ തോന്നാറുണ്ട്. അത് നാളികേരം ഇല്ലാത്ത മോരുകറി ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ വരാറുണ്ട്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓവറായിട്ട് നമ്മൾ തിളപ്പിച്ച് കഴിഞ്ഞാലും പിരിഞ്ഞു പോകും. അതില്ലെങ്കിൽ നമ്മൾ തൈര് മിക്സിയിൽ അടിക്കുമ്പോൾ നന്നായി അടിഞ്ഞില്ലെങ്കിലും ഇതുപോലെ ഇങ്ങനെ പിരിഞ്ഞ് പോലെ കിടക്കും. അതുകൊണ്ട് അത് എപ്പോഴും ശ്രദ്ധിക്കുക, നന്നായിട്ട് അടിച്ചെടുക്കണം മിക്സിയിൽ. സാധാരണ രീതിയിൽ ഇവിടേക്ക് കിട്ടുന്ന മോരിന് അല്ലെങ്കിൽ തൈരിന് പുളി അധികം ഉണ്ടാവാറില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം മുമ്പ് തന്നെ അടുക്കളയിലത്തെ ഷെൽഫിലോട്ട് എടുത്ത് മാറ്റി വെച്ചു. അപ്പോൾ ഇപ്പോൾ നോക്കുമ്പോൾ നല്ല പുളിയുണ്ട്. അപ്പോൾ എന്നോടൊരു കുട്ടി എനിക്കൊരു ടിപ്പ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, തൈരിൽ അല്പം കറിവേപ്പില ഇട്ട് വെച്ച് കഴിഞ്ഞാൽ തൈരിന് പുളി വരും എന്നുള്ള കാര്യം. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ചിലപ്പോൾ ശരിയായാലോ. മിനിയാന്നാണ് പറഞ്ഞത്, പിന്നെ എനിക്ക് സമയം കിട്ടിയില്ല അങ്ങനെ ചെയ്ത് നോക്കാൻ. എന്തായാലും ആ ടിപ്പ് കൊള്ളാം, ചെയ്തിട്ട് കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് തക്കാളി വെച്ചിട്ടുള്ള മോരുകറിക്ക് വേണ്ട സാധനങ്ങൾ പരിചയപ്പെടാം. ഇത് ഞാൻ 1 അല്ലി വെളുത്തുള്ളി നൈസാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, വളരെ കുറച്ച് മാത്രം. ഇതിപ്പോൾ അളന്ന് നോക്കിക്കഴിഞ്ഞാൽ 1/2 ടീസ്പൂണേ കാണുള്ളൂ, അത്രയും കുറച്ച്. പിന്നെ പച്ചമുളക് നമ്മുടെ എരിവനുസരിച്ച് മാറ്റം വരുത്തുക. ഞാനൊരു 3-4 പച്ചമുളക് എടുത്ത് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 കറിവേപ്പില, പിന്നെ 2 മീഡിയം സൈസ് തക്കാളി. തക്കാളിയുടെ എണ്ണം തക്കാളിയുടെ പുളി അനുസരിച്ചും അതുപോലെ തന്നെ മോരിൻ്റെ പുളി അനുസരിച്ചും മാറ്റം വരുത്തണം. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ എനിക്ക് ഈ തക്കാളിക്ക് വലിയ പുളിയൊന്നും ഇല്ലാത്ത തക്കാളി ആയതുകൊണ്ട് ഞാൻ 2 മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട്. അതേസമയം നല്ല പുളിയുള്ള തക്കാളി ആണെന്നുണ്ടെങ്കിൽ 1 എടുത്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ നമുക്കിനി എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തക്കാളി അരിയണം. ഇതിപ്പോൾ ഓൾറെഡി വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയാണ്. ഇതിൻ്റെ മിഡിൽ പോർഷൻ കട്ട് ചെയ്ത് കളയണം. അതിനുശേഷം ഞാനിപ്പോൾ ഇതൊരു നീളത്തിലാണ് മുറിക്കുന്നത്. നിങ്ങൾക്ക് ഏത് സൈസ് എങ്ങനെ വേണമെങ്കിലും മുറിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണങ്ങ് മുറിക്കുന്നത്. കറിയിൽ കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ഓക്കെ, അപ്പോൾ തക്കാളി മുറിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് മോര് കാച്ചാൻ തുടങ്ങാം. അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് ഒരു കടായി വെക്കാം. നിങ്ങളുടെ അടുത്ത് കൽച്ചട്ടി ഉണ്ടെങ്കിൽ കൽച്ചട്ടി എടുത്ത് വെക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ തൽക്കാലം ഈ പാത്രം തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. ഇപ്പോൾ നാടൻ റെസിപ്പി ആയതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ വെളിച്ചെണ്ണ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതിയാവും. പിന്നെ നമ്മൾ കാച്ചി ഒഴിക്കുമ്പോൾ വീണ്ടും വെളിച്ചെണ്ണ വേണ്ടി വരും. അപ്പോൾ നമുക്ക് ആദ്യം ഒരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇതൊന്ന് ചുറ്റിച്ച് കൊടുക്കുക. ഞാൻ ആദ്യം കടുകും ഉലുവയും ഒന്നും ഇടുന്നില്ല, അവസാനം താളിച്ച് ചേർക്കുമ്പോൾ മാത്രമേ അതെല്ലാം ചേർക്കുന്നുള്ളൂ. ഈ എണ്ണ ഒന്ന് ചൂടാവട്ടെ കേട്ടോ. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇടുന്ന ഒരു നിർബന്ധമില്ല കേട്ടോ. നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ആ സ്കിപ്പ് ചെയ്ത് കളയാവുന്നതേ ഉള്ളൂ. പക്ഷെ എന്നാലും ഒരു നല്ലൊരു മോരുകറിക്ക് നല്ല പ്രത്യേക ഒരു വാസന വരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇതിട്ടേക്കുന്നത്. മീഡിയം ഫ്ലെയിമിലാണ് ഞാനിപ്പോൾ തീ വെച്ചിരിക്കുന്നത്. ഇനി ഇതിലോട്ട് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 3 പച്ചമുളകാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. 3 പച്ചമുളക് നെടുകെ കീറിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്നായി വരുമ്പോൾ നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കാം. ഇത് കണ്ണടച്ച് തുറക്കുമെങ്കിൽ റെഡിയാവുന്ന ഒരു കറിയാണ്.
ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഈ തക്കാളി പകുതി ഭാഗം ഒന്ന് ഉടച്ചു കൊടുക്കുക, പകുതി ഭാഗം ഒന്ന് ഉടയ്ക്കാണ്ട് ഇടുക. അപ്പോൾ ഒന്ന് കടിക്കാനും കിട്ടും, അതേസമയം ഇതിലോട്ട് അങ്ങ് യോജിച്ച് ചേരുകയും ചെയ്യും പകുതിയായിട്ട്. നിങ്ങൾക്കിപ്പോൾ മൊത്തത്തിൽ ഉടച്ച് ചേർക്കണമെങ്കിൽ ഉടച്ച് ചേർക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാൻ പോവുകയാണ്. മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. അതിനിടയ്ക്ക് ഒരു കാര്യം ചേർക്കാൻ ഞാൻ മറന്നു, അതായത് മഞ്ഞൾപ്പൊടി വളരെ കുറച്ച് മാത്രം കേട്ടോ, ഒരുപാടൊന്നും ഇടാൻ പാടില്ല. മഞ്ഞൾപ്പൊടി കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു മഞ്ഞളിൻ്റെ കുത്തിങ്ങനെ മുന്നോട്ട് നിൽക്കും. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. ഇതൊന്ന് വഴറ്റി കൊടുക്കുക. ഈ മഞ്ഞളിൻ്റെ കുത്ത് മാറണം, പെട്ടെന്ന് തന്നെ മഞ്ഞളിൻ്റെ കുത്ത് മാറിക്കോളും. ഇത് കണ്ടോ, ഇത് ചില ഭാഗം നന്നായി ഉടഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ തക്കാളി 2 മിനിറ്റ് കുക്കായിട്ടുണ്ട്. ആദ്യം 1 മിനിറ്റ് നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ വീണ്ടും 2 മിനിറ്റ് കുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കിടക്കണം. ഓക്കെ, ഒന്ന് കടിക്കാനും വേണം, അതേസമയം കുറച്ച് ഉടഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ അത് നിങ്ങളുടെ താല്പര്യമനുസരിച്ച് ചെയ്യുക. അപ്പോൾ ഇത് മതിയാകും. ഇനി നമുക്കിതിലോട്ട് എന്ത് ചെയ്യണം, നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മോര് ഒഴിച്ച് കൊടുക്കാം. മോര് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതങ്ങ് തിളയ്ക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. അപ്പോൾ ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ മഞ്ഞ കളർ കുറവ് തോന്നും, പക്ഷേ കുഴപ്പമില്ല, ഇരിക്കുമ്പോൾ ശരിയായിക്കോളും. പിന്നെ ഇത് ക്യാമറയിൽ നോക്കുമ്പോൾ ഇതിൽ മഞ്ഞ കളർ അത്ര ഫീൽ ചെയ്യുന്നില്ല, പക്ഷേ മഞ്ഞ കളർ അത്യാവശ്യം ഉണ്ട് കേട്ടോ, കാരണം മഞ്ഞൾ ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ നന്നായിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ ചൂടായിട്ടുണ്ട് നമ്മുടെ ഈ കറി, നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഞാൻ പറഞ്ഞ പോലെ ജസ്റ്റ് ചൂടാവാനേ പാടുള്ളൂ, ഇതൊരിക്കലും തിളയ്ക്കാൻ പാടില്ല. തിളച്ച് കഴിഞ്ഞാൽ ആകെപ്പാടങ്ങ് ചിലപ്പോൾ പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിനി ഇത് അടുപ്പത്തുനിന്ന് മാറ്റി വയ്ക്കാൻ പോവുകയാണ്. നമുക്ക് ലാസ്റ്റ് കാച്ചി വെച്ചതിന് ശേഷം കംപ്ലീറ്റ് ടേസ്റ്റ് ഒക്കെ നോക്കിയിട്ട് എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ വരുത്തി കൊടുക്കാം. ഓക്കെ, ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. അടിപൊളി പുളിയുണ്ട് കേട്ടോ, ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ട്, എരിവും കുറച്ച് കുറവുണ്ട്. അപ്പോൾ നമ്മൾ താളിക്കുന്ന സമയത്ത് കുറച്ച് എരിവ് അഡ്ജസ്റ്റ് ചെയ്യണം. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്കിനി ഇത് താളിക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു സോസ് പാൻ അടുപ്പത്ത് വെക്കുക. ഇപ്പോൾ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തുടച്ച് കളയാം, അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കറി റെഡിയാക്കി എടുക്കാൻ പറ്റും. ഒരുപാട് തിക്കായി കഴിഞ്ഞാൽ പിന്നെ പുളിശ്ശേരി എന്നേ നമ്മൾ പറയുള്ളൂ, ഇതുപോലെ മോര് കാച്ചി നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്കിനി ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയുടെ അളവ് നിങ്ങൾ തീരുമാനിക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, കാരണം വെളിച്ചെണ്ണ വേണം, അപ്പോഴാണ് ആ ടേസ്റ്റ് ഉണ്ടാവുക. വെളിച്ചെണ്ണ കുറവ് മതി എന്നുണ്ടെങ്കിൽ കുറവ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ എണ്ണ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുന്ന സമയത്ത് നമുക്ക് ഒരു 2 നുള്ളു ഉലുവ ഇട്ട് കൊടുക്കാം, മൊത്തത്തിലുള്ള ഉലുവ. തീ എപ്പോഴും കുറച്ച് വെക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകുകയെ. പിന്നെ നമുക്കിതിലേക്ക് ഒരു 3 വറ്റൽമുളക് ചെറുതാക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അവസാനം കറിവേപ്പിലയാണ്. അതുപോലെ തന്നെ 2 പച്ചമുളക് ഞാൻ കീറി വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. അത് എനിക്ക് എരി കുറവ് പോലെ തോന്നിയ കാരണമാണ് ഞാൻ 2 പച്ചമുളക് എക്സ്ട്രാ ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു നല്ല ഫ്ലേവറും കിട്ടും നമ്മുടെ മോര് കറിക്ക്. ഞാൻ ഓഫ് ചെയ്തു തീ. ഇനി അവസാനമായിട്ട് ഞാൻ കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. അതായത് ഒരു 2 നുള്ള് നല്ല ജീരകത്തിൻ്റെ പൊടി, ക്യൂമിൻ പൗഡർ. പിന്നെ അടുപ്പത്തൊന്നും എടുത്തോളൂ കേട്ടോ, കരിഞ്ഞ് പോവണ്ട. അതുപോലെ തന്നെ 2 നുള്ള് ഉലുവയുടെ പൊടി. ഉലുവയുടെ പൊടി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, പക്ഷേ ഉലുവയുടെ പൊടി കുറച്ചും കൂടി ചേർക്കുമ്പോൾ ഒരു ടേസ്റ്റ് കൂടും. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു 2 നുള്ള് മുളക് പൊടി, അത് നിർബന്ധമില്ല. ഇതെല്ലാം കൂടി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ചൂടെണ്ണയിൽ മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ പച്ചമുളകൊക്കെ മാറിക്കോളും. എന്നിട്ട് നമ്മുടെ മോര് കറിയിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് 2 മിനിറ്റ് അടച്ച് വെക്കാം. അപ്പോൾ കാച്ചി ഒഴിച്ചതിൻ്റെ ആ ഫ്ലേവറൊക്കെ അതിലോട്ട് അങ്ങ് മൊത്തത്തിൽ ഇറങ്ങിക്കോട്ടെ. എന്നിട്ട് നമുക്ക് തുറക്കാം. അപ്പോൾ ഫൈനലി ഞാൻ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കേണ്ടത്. പക്ഷേ ഇത് കുറച്ച് കഴിയുമ്പോൾ, തണുക്കുമ്പോൾ ഇതിനേക്കാളും കുറച്ചും കൂടി തിക്നെസ് കൂടും. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ ഒഴിക്കുന്ന മോരിൻ്റെ അളവ് തീരുമാനിക്കാൻ. പിന്നെ മോരിൽ ഒട്ടും പുളിയില്ല എന്നുണ്ടെങ്കിൽ അല്പം ചെറുനാരങ്ങ നീരും കൂടെ പിഴിഞ്ഞ് ഒഴിച്ചോളൂ. അപ്പോൾ പിന്നെ അത്യാവശ്യം പുളി വന്നോളും. പിന്നെ മാത്രമല്ല, ഈ മോരുകറിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുളിയില്ലാത്ത മോര് കൊണ്ട് ഉണ്ടാക്കിയ മോരുകറി ആണെങ്കിലും നാളത്തേക്ക് ആവുമ്പോൾ, അതായത് ഇന്ന് ഉണ്ടാക്കി വെച്ച മോരുകറി നാളേക്ക് ആവുമ്പോഴേക്കിനും അത്യാവശ്യം പുളി വന്നോളും. അതിരുന്ന് പുളി വന്നോളും. പുറത്ത് വെച്ചാൽ മതി. മോരുകറി സാധാരണ രീതിയിൽ ഞാൻ പുറത്താണ് വെക്കാറ്. പിന്നെ നല്ല അടുക്കളയിൽ നല്ല ചൂടാണെങ്കിൽ മാത്രമാണ് ഫ്രിഡ്ജിലെടുത്ത് വെക്കുക. അപ്പോൾ ഫ്രിഡ്ജിലെടുത്ത്, ഇപ്പോൾ ദുബായിലൊക്കെ ആണെങ്കിൽ സേഫ് എപ്പോഴും ഫ്രിഡ്ജിലെടുത്ത് വെക്കുന്നതാണ്. കാരണം ടെമ്പറേച്ചർ എപ്പോഴും ഭയങ്കര ചൂടാണ്, സമ്മർ ടൈമാണ്. പക്ഷേ ഇപ്പോൾ ഞാനിത് ഉണ്ടാക്കിയ കറി ഇതിപ്പോൾ അഥവാ ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ തന്നെ ഞാൻ രാത്രി ഫ്രിഡ്ജിൽ വെക്കുള്ളൂ. ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞ് നമ്മുടെ ആവശ്യം കഴിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിലെടുത്ത് വെക്കും. പിന്നെ ഞാൻ ചൂടാക്കാറില്ല സത്യം പറഞ്ഞാൽ മോരുകറി. നമ്മൾ പിറ്റേ ദിവസം എടുക്കണം എന്നുണ്ടെങ്കിൽ തന്നെ ഉച്ചയ്ക്ക് 1 മണിക്ക് സെർവ് ചെയ്യുന്ന മോരുകറി ആണെന്നുണ്ടെങ്കിൽ ഒരു 11 മണിയാകുമ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചാൽ മതി. അപ്പോൾ തണുപ്പൊക്കെ മാറി നമ്മൾ കഴിക്കാറാകുമ്പോഴേക്കിനും അത്യാവശ്യം ആ റൂം ടെമ്പറേച്ചറിലോട്ട് മോരുകറി എത്തിക്കോളും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫൈനലായിട്ട് ഞാൻ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഇത് ഇരിക്കും തോറും നല്ല ടേസ്റ്റ് കൂടും കേട്ടോ. ഇപ്പോൾ കഴിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. ഇത് തളിച്ച് തണുത്ത് കഴിയുമ്പോൾ ആ തക്കാളിയുടെ ടേസ്റ്റൊക്കെ ഇതിലോട്ടൊന്ന് ഇറങ്ങി വരുമ്പോൾ. അപ്പോൾ ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ. അരേവാ, ഇത് എന്താ പറയുക, മറ്റേ കഷ്ണമില്ലാണ്ട് വയ്ക്കുന്ന മോര് കറിക്ക് വേറൊരു ടേസ്റ്റ്.
തക്കാളി ഇട്ട് വെക്കുന്ന മോരുകറിക്ക് വേറൊരു ടേസ്റ്റ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ സ്ഥിരം ഉണ്ടാക്കുന്ന കറിയിൽ നിന്ന് വ്യത്യാസമായൊരു സ്വാദ്, അത്ര ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ബാച്ചിലേഴ്സിനൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ബാച്ചിലേഴ്സിന് മാത്രമല്ല, വർക്കിംഗ് ആയിട്ടുള്ള അമ്മമാർക്കും അതുപോലെ തന്നെ തീരെ ചെറിയ കുഞ്ഞുങ്ങളുള്ള അമ്മമാർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, ചോറിനൊക്കെ എടുക്കാൻ പറ്റുന്ന ഈസി പീസി ആയിട്ടുള്ള മോരുകറി. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഞാനിപ്പോൾ ചോറും കൂട്ടിയും കഴിച്ച് ഒരു പിടിപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഉണ്ടാക്കിയതിന് ശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള ഈസി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. ഹലോ. ആളൊക്കെ കാണുന്നുണ്ടോ? അവനെ കണ്ടൂടെ? എനിക്ക് എൻ്റെ മുന്നിൽ കണ്ണാടിയായി ഫോണില്ലേ, ക്യാമറ കണ്ണ് ഫോണിലൂടെ കാണുന്നുണ്ടല്ലോ. ഹായ്, നമസ്കാരം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു.